അകത്തായിരുന്നു. അടിപൊളി, ഭയങ്കര ഹാപ്പിനെസ് ആണ് നമുക്ക് എപ്പോഴും. എന്താ പറയാ, ഭയങ്കര ഒരു ഹൈ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ഫുൾ ഹാപ്പിനെസ്. അടിപൊളി കോസ്റ്റാർ ആണ് ആസിഫ്. ഒരു അടിപൊളി ഹ്യൂമൻ ബീങ് ആണ്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ കുറെ നാൾ കഴിഞ്ഞാണ് എന്നെ ആ ലവ് സോങ്ങിലൊക്കെ കണ്ടത്. ഐ എം ലവിങ് ഇറ്റ്. ഞങ്ങൾ രണ്ടുപേരെയും കൈക്കുള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് ആള്. ഇളയ വന്നപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഞങ്ങൾ മോർ റൊമാൻറ്റിക് ആയ പോലെ. പെട്ടെന്ന് പ്രഗ്നന്റും ആയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഹണിമൂണും ബേബി മൂണും പിന്നെ ഇളയുടെ ഫസ്റ്റ് ട്രിപ്പും എല്ലാം കൂടെ ഒരു, പിന്നെ പ്രഗ്നൻസിയിലാണ്, പിന്നെ അതൊരു നാച്ചുറൽ ബ്രേക്ക് ആയിരുന്നു. ബട്ട് അഗെയിൻ സിനിമാ നടിയാവാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ആരുടെ മുൻപിലും മുട്ടുമടക്കില്ല എന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. ഇന്ന് ഇലയുടെ അമ്മ കൂടിയായ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന അമല പോളാണ് നമ്മോടൊപ്പം ചേരുന്നത്. വെൽക്കം അമല. താങ്ക് യു. ഞങ്ങൾ ഒരു മാസം മുന്നേ കാണുമ്പം അല്ലേ ഇലക്കുട്ടൻ അകത്തായിരുന്നു. എങ്ങനെയുണ്ട് കുഞ്ഞുത്തുള്ള ഒരു ജീവിതം? എങ്ങനെയുണ്ട്? അടിപൊളി, ഭയങ്കര ഹാപ്പിനെസ് ആണ് നമുക്ക് എപ്പോഴും. എന്താ പറയാ, ഭയങ്കര ഒരു ഹൈ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ആളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം, ഒരു ബോറടി ഇല്ല, ഫുൾ ഹാപ്പിനെസ്. കാരണം നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ തന്നെ അമലയും ജഗത്തും അമ്മയും ആന്റി സുഖമായിട്ടിരിക്കുന്നു. ആന്റിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റഡും ആണ്, ഫുള്ളി ഇപ്പൊ ആള് ഓക്യുപ്പൈഡും ആയി. അതെ അതെ. പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഞാൻ മമ്മിയോട് ഇങ്ങനെ, പ്രഗ്നന്റ് ആകുമ്പോഴും ആയിരുന്നപ്പോൾ ഞാൻ മമ്മിയോട് ചോദിക്കുമായിരുന്നു, അപ്പൊ എന്റെ ഫിലിംസും ഷൂട്ടൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ നോക്കുമ്പോ അവന് ഞാൻ ഉണ്ടാവില്ലേ, അപ്പൊ അതുപോലെ തന്നെ ഉണ്ടാള്. ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ ആ പ്രഗ്നൻസിയിൽ കാണുമ്പോൾ തന്നെ ആന്റി എത്ര അമലേനെ ടേക്ക് കെയർ ചെയ്യുന്നു, ഒപ്പം വന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ഉറപ്പായിട്ട് കുഞ്ഞലേനെ സുഖമായിട്ട് നോക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ലെവൽ ക്രോസിന്റെ വിശേഷങ്ങളുമായിട്ടാണ് അല്ലേ? നമ്മുടെ പുറകില് പോസ്റ്റർ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാളിന് ശേഷം അമലയുടെ വീണ്ടും ശക്തമായ ഒരു കഥാപാത്രം. എന്താണ് ലെവൽ ക്രോസ്? ലെവൽ ക്രോസ് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയാം. ഈ 3 ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൂടെ നമ്മൾ ഓഡിയൻസിനെ കൊണ്ടുപോകുന്ന ഒരു ഫിലിമാണ്. ഒരു സ്ലോ ബേണറാണ്. ലൈക്ക് ഭയങ്കര ഒരു തുടക്കത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പടമായിട്ട് നമ്മൾ കാണരുത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പം ഈ ക്യാരക്ടേഴ്സും ആ മരുഭൂമിയും എല്ലാം, ആ ലൊക്കേഷനും എന്താണ് കഥ, അതെല്ലാം നമ്മളെ ഹുക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും ഒരു എക്സ്പെരിമെന്റൽ പടമാണ്. ലെറ്റ്സ് സീ, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അമലയുടെ ഇപ്പൊ കഥാപാത്രങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ലെവൽ ക്രോസ് എന്തുകൊണ്ട്? അത് തന്നെ ആ സ്റ്റോറിയുടെ ഒരു വ്യത്യസ്തത. പിന്നെ ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്യാത്ത പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു ആസിഫും ഷറഫും അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡ്രാമയാണ് ഫുൾ. അപ്പോൾ ഈ പെർഫോമൻസിലൂടെ ബിൽഡ് ആവുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണിത്. പിന്നെ അതിലുള്ള ബാക്കി എലമെൻറ്റ്സ്. അപ്പം അർഫാസ് അലി കഥ പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ കഥയും പിന്നെ ത്രില്ലർ. കുറച്ച് നാളുകായിട്ട് ഞാൻ ഒരുപാട് ത്രില്ലർ ഫിലിമിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇനി ത്രില്ലറിന് ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയത്താണ് ഈ പ്രോജക്റ്റ് വന്നത്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അതിലൊരു സസ്പെൻസ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ എനിക്കത് പുതിയൊരു അറ്റംപ്റ്റ് ആയിട്ട് തോന്നി. പെർഫോം ചെയ്യുമ്പോഴും പുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പെർഫോം ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്തതാണ്. അമലയെ അടുത്തറിയാവുന്നിടത്തോളം അമലയുടെ എന്താ പറയുക, വികാരങ്ങളൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. കാരണം ഇന്നലെ തന്നെ ആസിഫ് അലിയെ ഇല്ലേ, അവിടെ ഭയങ്കര ആസിഫ് അലി വന്ന് അമലേനെ ഹഗ് ചെയ്യുന്നു, അമല ആ ഒരു ഇതിനെ കുറിച്ച് പറയുന്നു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആസിഫ് അലി എന്നൊരു കോസ്റ്റാർ ലെവൽ ക്രോസ്? അടിപൊളി കോസ്റ്റാർ ആണ് ആസിഫ്. ഒരു അടിപൊളി ഹ്യൂമൻ ബീങ് ആണ്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ചുറ്റുമുള്ളവർക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ, ഐ മീൻ ഒരു ഹ്യൂമൻ ബീങ് ആണ്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫിലിംസൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെയോ നമ്മുടെ തുടക്കം നമ്മൾ ലൈക്ക് ആ ഒരു എത്തിയ ജേണി, നമ്മളൊന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടേക്ക് എത്തിയ ആ ഒരു ജേണി നമ്മൾ ഇടയ്ക്ക് മറന്നു പോകും. അപ്പം ചില ആൾക്കാർ നമ്മളത് അവരുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് അതൊരു നമ്മൾ ഓർമ്മപ്പെടുത്തുമല്ലോ. അപ്പോൾ ആസിഫ് ഭയങ്കര എപ്പോഴും അവൻ അറ്റ് ഹിസ് ഹാർട്ട് ഹീസ് എ ബിഗിനർ, അങ്ങനത്തെ ഒരാളാണ്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ലൈക്ക് വർക്കിംഗ് വിത്ത് ഹിം. ഭയങ്കര അടിപൊളി
ഹ്യൂമൻ ആണ് ആൻഡ് എ വെരി ഗുഡ് ആക്ടർ ഓൾസോ. കുമ്മനിൽ ആസിഫിൻ്റെ പെർഫോമൻസ് വാസ് മൈൻഡ് ബ്ലോയിങ്. ആൻഡ് ഇതിലും ഒരു ഭയങ്കര യുനോ ലുക്ക് അറ്റ് ഹിം, ഇങ്ങനത്തെ ഒരു മേക്കപ്പിൽ, ഇങ്ങനത്തെ ഒരു ലുക്കിൽ, മേക്ക് ഓവറിൽ, അതെ ഒരു ഭയങ്കര ഒരു ബോൾഡ്നെസ് ആണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ലുക്കിൽ വരുന്നതും. സോ ഐ തിങ്ക് യുനോ ഹി ഹസ് ഡൺ എ ബ്രില്യൻ ജോബ് ഓൾസോ. ഇപ്പോൾ ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജിത്തു ചേട്ടൻ്റെ അല്ലെ സിനിമകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റിനെ കുറിച്ചൊക്കെ. അപ്പം ഞാൻ അർഫാസ് പറഞ്ഞു കേട്ടിരുന്നു ജിത്തു ജോസഫ് ആണ് അമലെ അല്ലേ, അമലയോട് കഥ പറയുന്നത്. അപ്പം എന്തായിരിക്കും ഇപ്പൊ പറഞ്ഞല്ലോ അമല, അപ്പം പ്രത്യേകിച്ച് അർഫാസിന്റെ ആദ്യത്തെ പടമാണ് അങ്ങനെയുള്ള, കാരണം അമല ഇത്രയും സിനിമകൾ അഭിനയിക്കുന്നു. ഏതൊരു ഭാഗത്തൊരു ത്രെഡ് ആയിരിക്കും അമലയിലെ ലെവൽ ക്രോസിലേക്ക് ഞാൻ എൻട്രി ചെയ്യുകയാണെങ്കിൽ? എൻ്റെ ക്യാരക്ടർ തന്നെയാണ്, ടു ബി ഓണസ്റ്റ്. എനിക്ക് എൻ്റെ ക്യാരക്ടറൈസേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ ഇറ്റ്സ് അതിൻ്റെ ക്യാരക്ടറിൻ്റെ ലുക്കാണെങ്കിലും നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ആ ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലിറ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ ഒരു ഡെസേർട്ട് ലാൻഡിൽ എത്തിപ്പെടുന്നു, പിന്നെ ഈ രഘു എന്ന് പറയുന്ന ആസിഫിൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നു, പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ളത്, പിന്നെ സ്ലോലി ആളുടെ ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പോൾ എനിക്ക് കുറേ വേരിയേഷൻ ഉണ്ടെന്ന് തോന്നി പെർഫോം ചെയ്യാനായിട്ട്. ഒരു ക്യാരക്ടറിൽ തന്നെ 2-3 വേരിയേഷൻ, 2-3 ഡിഫറെൻറ്റ് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത്. ഒരു പാട്ടാണ് റിലീസ് ആയിരിക്കുന്നത്, വിശാൽ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സീതാറാം പോലെ അത്രയും മനോഹരമായ പാട്ടുകൾ, ഇറങ്ങിയ പാട്ടും ഭയങ്കര രസമാണ്. എനിക്കൊന്ന് കുറച്ചൊരു കാലത്തിന് ശേഷമാണ് അമലേനെ ഒരു പ്രണയ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ അമല തന്നെ പറഞ്ഞു ത്രില്ലർ ജോണറിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ തുടക്കത്തിൽ ഒരു പ്രണയം അല്ലേ? അതെ. ഞാൻ കുറെ നാൾ കഴിഞ്ഞാണ് എന്നെ ആ ലവ് സോങ്ങിലൊക്കെ കണ്ടത്. ഐ എം ലവിങ് ഇറ്റ്. കാരണം ആടുജീവിതത്തിലും ആ സോങ് ഒരു റൊമാൻറ്റിക് സോങ് ആണല്ലോ. ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് പിന്നെയും എന്നെ ആ ഒരു സോങ് ഓൾസോ വെരി സ്വീറ്റ്. നല്ല രസമുള്ള സോങ്. കാണാൻ അമലിനെ കാണുമ്പോൾ എനിക്ക് തോന്നും മറ്റേ ഫഹദിന്റെ കൂടെ ഒരു ഇന്ത്യൻ പ്രണയ കഥ എനിക്കും തോന്നി. ആ ഒരു സ്വീറ്റ്നെസ്സും ആ ഒരു അതാണ് ഇങ്ങനത്തെ ഇട്ടിട്ട് അതേപോലെ. അതെ ആ ചിരിയിലുള്ള ഒരു ഇന്നസെൻസ്, അതാണ് ഇങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സൈഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറേ നാൾ കഴിഞ്ഞ ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ലവ് സോങ് ചെയ്തപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. I'm a lover at heart. പക്ഷേ കുറച്ച് ഡാർക്ക് ത്രില്ലറിലൂടെ കുറച്ച് നാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം now I am back. പ്രണയത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞു, എനിക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ ഉള്ള ആളും അങ്ങനെ തന്നെയാണ്. ജഗത് എങ്ങനെയുണ്ട് ഇലയിൽ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു പ്രണയം? കാരണം ഞാൻ ഇലയിക്കൂട്ടൻ അകത്തായിരിക്കും കാണുമ്പോൾ തന്നെ ജഗത് അത്രമാത്രം കെയർ ചെയ്യും അമലേനെ. നമ്മളിങ്ങനെ വാലാടത്തുപുറത്തിൽ കൈക്കുള്ളിൽ കൊണ്ട് നടക്കാം അല്ലേ അമല? അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ എങ്ങനെയാണത്? ജഗത്തിന് ഒരു ഇച്ചിരി സ്നേഹം ഇലക്കൂട്ടിനോട് കൂടുതലുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും കൈക്കുള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് ആള്. ഇലയെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഞങ്ങൾ മോർ റൊമാൻറ്റിക് ആയ പോലെ. ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊച്ചുങ്ങൾ വന്നു കഴിഞ്ഞാൽ കപ്പിൾ തമ്മിൽ ഡിസ്റ്റൻസ് ആവുമെന്നോ. എനിക്കറിയില്ല. എനിക്ക് തോന്നി ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി ഞങ്ങൾ ഒന്നുകൂടെ ക്ലോസ് ആയെന്നാണ്. ഗോഡ്സ് ഗ്രേസ്. ഒത്തിരി സമയമുണ്ട്, ഇപ്പോൾ രാത്രിയൊന്നും ഉറക്കമില്ലല്ലോ, 3-4 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരുമിച്ചിരുന്ന് ബേബീനെ ഞങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ രാത്രി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആൾ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പം കൊച്ചു എണീറ്റ് കഴിയുമ്പം ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് എനിക്ക് തരും, ഞാൻ ഫീഡ് ചെയ്യും, പിന്നെ ആൾ ഉറക്കും. യുനോ മാറി ഈക്വലി ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് അതിൽ. ആൻഡ് ഹി ലവ്സ് ഇറ്റ് യുനോ. അപ്പം ഇറ്റ്സ് സോ മച്ച് നൈസ് നൗ, സോ മച്ച് നൈസർ. അതുപോലെ നമ്മൾ അന്ന് സംസാരിക്കുമ്പോഴും യാത്രകൾ അവനക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒപ്പം ജഗത്തിനും. അപ്പൊ ഇനി എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഒരാളൂടെ വന്നില്ലേ ജീവിതത്തിൽ, ഇനിയുള്ള യാത്രകൾ എങ്ങനെയായിരിക്കും? ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഒരു ഹണിമൂൺ പോലും പോകാൻ പറ്റിയില്ല, പെട്ടെന്ന് പ്രഗ്നന്റ് ആയി. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഹണിമൂണും ബേബി മൂണും പിന്നെ ഇല്ലായുടെ ഫസ്റ്റ് ട്രിപ്പും എല്ലാം കൂടെ ഒരു 1 month ബാലിയിലോ എവിടെ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ബാലി. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ് ബാലി. അപ്പം ഒരു ബാലിക്ക് ഒരു ട്രിപ്പ് പോകാനാണ് പ്ലാൻ ബേബീനെ കൊണ്ട്. ലെവൽ ക്രോസ് എന്ന സിനിമയിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ ഇതെനിക്കൊന്ന് കോവിഡിനൊക്കെ മുന്നേ അല്ലേ ഷൂട്ട് ചെയ്തിരുന്ന ഒരു? അതെ ലാസ്റ്റ് ഇയർ ഏപ്രിലായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ്. കോവിഡിന് മുമ്പല്ല, കോവിഡ് തുടങ്ങുന്ന സമയത്ത്. ഇല്ല, ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2023 ഏപ്രിലായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ്, ലാസ്റ്റ് ഇയർ. അതെ ഓക്കെ, 1 year ആവുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആസിഫ് ഇന്റർവ്യൂല് പറയുകയുണ്ടായി അമല ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓരോ കാര്യങ്ങളും. ഇപ്പൊ പ്രഗ്നൻസി തന്നെ പറയുന്നതിലും ഈ ഷൂട്ടിലും എനിക്കൊന്ന് ഒരു 10-30 ദിവസത്തോളം നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 25 days ഉണ്ടായിരുന്നു. ഞാനും ഷറഫു ഒരു 4-5 days ആണ് ട്യൂണീഷ്യൽ ഉണ്ടായിരുന്നത്. ബട്ട് അവിടെ കൂടുതൽ നമ്പർ ഓഫ് ഡേയ്സ് എനിക്കും ആസിഫിനും ആയിരുന്നു. ഈ
സിനിമയുമായി ബന്ധപ്പെട്ടാണോ ടുണീഷ്യയിലേക്ക് ആദ്യം? അതെ അതെ, ആദ്യം ഞാൻ കേട്ടത് തന്നെ സിനിമയുടെ ഇത് കഥ പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് കേട്ടത്. അടിപൊളിയായിരുന്നു, ഫുൾ ഡെസേർട്ട്. ഞങ്ങളൊരു 20 ക്രൂ മെമ്പേഴ്സ്, ലിമിറ്റഡ് ക്രൂ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പിന്നെ റംസാൻ ടൈം ആയിരുന്നുകൊണ്ട് ആൾക്കാരൊന്നും ഡേ ടൈമിൽ പുറത്തിറങ്ങില്ല, ഫാസ്റ്റിംഗ് ആണ്, ഈവനിങ് ഇറങ്ങുള്ളൂ. അപ്പം മൊത്തത്തിലൊരു പിന്നെ ഡെസേർട്ടിൻ്റെ ഒരു ഭംഗി അറിയാലോ. ലൈക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നതും ഡെസേർട്ടിലൂടെ. പിന്നെ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലേക്കുള്ള വഴി നമ്മുടെ ക്രൂ മെമ്പേഴ്സ് തന്നെ ഉണ്ടാക്കിയത്. പിന്നെ അവിടെ ഒരു സെറ്റ് ഉണ്ടാക്കിയെടുക്കുമായിരുന്നു, ലൈക്ക് ഒരു റോഡ് പോലെ, പാത്വേ പോലെ. പിന്നെ അവിടെ ഒരു സെറ്റ് ഇട്ടിട്ട്, അപ്പം നമ്മളത് ശരിക്കും നമ്മളിവിടെയാണ് ജനിച്ച് വളർന്നതെന്നുള്ള അത്രയും ഒരു അടുപ്പം നമുക്ക് തോന്നി. കാരണം എപ്പോഴും നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി അബ്രോഡൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര ക്ലോസ് ആ ഒരു ഫാമിലി പോലെയാവും. പിന്നെ റംസാൻ ടൈം ആയതുകൊണ്ട് ഫുഡ് ഭയങ്കര പ്രശ്നമായിരുന്നു. ആദ്യത്തെ 2-3 ദിവസമൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. അപ്പൊ എൻ്റെ മമ്മി ഇവിടെ നിന്ന് കൊടുത്തയച്ച കുറെ അച്ചാറുകളൊക്കെയാണ് എല്ലാവരും കഴിച്ചത്. അപ്പൊ ക്രൂ മെമ്പേഴ്സ് എല്ലാം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും, എന്റെ അസിസ്റ്റന്റ് അയ്യപ്പൻ അച്ചാറ് കൊണ്ട് വരാൻ വേണ്ടി. അല്ല, അതെനിക്ക് തോന്നുന്നു മറ്റേ ഷറഫും ആസിയും ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, അമലയുടെ കുക്ക് ഉണ്ടായിരുന്നോണ്ട് ഞങ്ങള് ഭക്ഷണം കഴിച്ച് ജീവിച്ചു. അതെ അതെ, ആള് മസാല ദോശയും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കി. അതൊക്കെയായിരുന്നു നമ്മള് മസാല ദോശ ഒന്ന് ആലോചിച്ച്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ച് അടിച്ചു പൊളിച്ചു. അപ്പൊ അതിൻ്റെതായ രസം ഉണ്ടായിരുന്നു, ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. ഞങ്ങൾക്ക് ക്ലൈമറ്റ് വേഴ്സ് ആയാലും സാൻഡ് സ്റ്റോം ഒക്കെ കൂടുതൽ ദിവസം പ്രൊഡിക്റ്റ് ചെയ്തിട്ട് 2 ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഉണ്ടായത് തന്നെ സീനിന് വളരെ ഹെൽപ്പ് ചെയ്തു. ഫിലിം കാണുമ്പോൾ കാണാൻ പറ്റും ക്ലൈമറ്റ് ചേഞ്ചസ്, നമുക്ക് ആ ഫിലിമിലൂടെ തന്നെ കാണാൻ പറ്റും. പെട്ടെന്ന് മഴ, വെയില്, പിന്നെ രാത്രി നല്ല തണുപ്പായിരിക്കും. രാവിലെ അത്ര വെയിലായിരിക്കും, വെയിലത്ത് നമുക്ക് മൈഗ്രെയിൻ ഒക്കെ എടുത്തിരിക്കുമ്പോഴാണ് രാത്രി മഴ വരുന്നത്. അപ്പൊ ദൈവമേ വെയിലാണ് ബെറ്റർ എന്ന് തോന്നും. അപ്പൊ അങ്ങനെ തണുപ്പത്ത് ഉള്ള പുറത്ത് ഷൂട്ട് ചെയ്യുന്ന സീൻസിലൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ ഇറ്റ് വാസ്, വെൻ ഐ ലുക്ക് ബാക്ക് ആൻഡ് വെൻ ഐ തിങ്ക് അബൌട്ട് ദിസ് എക്സ്പീരിയൻസ്, ഐ എം വെരി ഹാപ്പി ശരിക്കും. ഇപ്പൊ അമലയുടെ മലയാള ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ റൺ ബേബി റൺ ആയിക്കോട്ടെ, എല്ലാം നായകൻ തുല്യ പ്രാധാന്യം, അല്ലെങ്കിൽ ഇപ്പം മില്ലിയിലേക്ക് വരുമ്പം അമലയ്ക്കാണ് പ്രാധാന്യം. അങ്ങനെയുള്ള സിനിമകളിലൂടെയാണ് മലയാളത്തിൽ അമലയുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ കാണുന്നത് തന്നെ. അപ്പം അത്രയും നല്ല സിനിമകൾ മലയാളത്തിൽ ചെയ്യുന്നു, തമിഴിലെ നമ്പർ 1 നടിയായിട്ട് നിൽക്കുന്നു. അപ്പോഴും ഒരു കരിയർ ബ്രേക്ക് എടുക്കുകയാണ് മനഃപൂർവ്വം. അപ്പം എല്ലാവർക്കും ഒരു പേടിയാണ്, ഒരു ബ്രേക്ക് എടുത്താൽ തിരിച്ചു വരുമ്പോൾ അത് അത്ര ഈസി ആണോ എന്നുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്? പ്രഗ്നൻസിയുടെ സമയത്ത്, പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ അമല ഒരു ബ്രേക്ക് എടുത്തിരുന്നല്ലോ. ഒരു കോൺഷ്യസ് ബ്രേക്ക് ആയിരുന്നു. അതായിരുന്നു ആ സമയത്ത് ആവശ്യം, പ്രയോറിറ്റി അതായിരുന്നു. ബിക്കോസ് നമ്മൾ ഫുൾ എനർജിയിൽ, എൻ്റെ ഫുൾ എനർജിയിൽ, ഫുൾ ഹാപ്പിനെസ്സിൽ ഒരു കാര്യം ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോഴാണ് അത് എൻ്റെ ബെസ്റ്റ് ആവുക, അല്ലേ? ഹാഫ് ഹാർട്ടഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ എനിക്കിഷ്ടമല്ല എന്തായാലും. അപ്പം ആ സമയത്ത് എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അതായിരുന്നു. അപ്പം അത് ചെയ്തു. പിന്നെ പ്രഗ്നൻസിയിലാണ്, പിന്നെ അതൊരു നാച്ചുറൽ ബ്രേക്ക് ആയിരുന്നു. ബട്ട് അഗെയിൻ ഫിലിംസിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആക്റ്റീവായി. ഞാൻ എപ്പോഴും ലൈഫിൽ ബിലീവ് ചെയ്യുന്നൊരു കാര്യം, നമുക്ക് അറിയത്തില്ല ഫ്യൂച്ചർ എന്താണെന്ന്. ആൻഡ് നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഇന്നും ബെറ്ററേ ആയിട്ടുള്ളൂ, അല്ലേ? ഒരിക്കലും ഐ ഡോണ്ട് തിങ്ക് ആരുടെയും പണ്ടത്തെക്കാളും എൻ്റെ ലൈഫിൽ ഐ ഫീൽ ബ്ലെസ്ഡ് ടു ഹാവ് ബെറ്റർ. ഇപ്പം കഴിഞ്ഞ വർഷം എന്നോട് ഈ സമയത്ത് ഈ വർഷം ഞാൻ ഒരു അമ്മയാവുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു. അപ്പം ഐ ഡോണ്ട് തിങ്ക് മച്ച് അബൌട്ട് ഫ്യൂച്ചർ. ഇപ്പം പ്രസൻറ്റിൽ എന്താണോ എനിക്ക് ബെസ്റ്റ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യം. കാരണം നടിമാരെയൊക്കെ നോക്കുക, പ്രത്യേകിച്ച് ബോളിവുഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമലയും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കണേ എല്ലാവരും പതുക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ബേബീസ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരെ പറയുന്നുണ്ടായിരുന്നു കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ളത്, അല്ലേ? ഇത് ഭയങ്കര, ഇപ്പോൾ പറഞ്ഞു ഹണിമൂണിന് പോകാൻ പോലും സമയം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇലൈ എങ്ങനെ, എന്തൊരു പ്രതീക്ഷയോടുകൂടിയാണ് കുഞ്ഞ് വരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്? ആക്ച്വലി ആളുടെ എൻട്രി തന്നെ ഒരു മാസ് എൻട്രി ആയിരുന്നല്ലോ. എല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു ആളുടെ. ഇതിപ്പോ മൈ ഗോഡ്, ഇതിപ്പോ എന്താ ചെയ്യുക, എന്താണെന്നും അറിയത്തില്ല, ഹാൻഡിൽ ചെയ്യണം. ഞങ്ങളപ്പോൾ മാരീഡ് ആയിരുന്നില്ല. അപ്പം ലോട്ട് ഓഫ് ഡിസിഷൻസ് വി ഹാഡ് ടു ടേക്ക്. ആൻഡ് പക്ഷേ ഇറ്റ് വാസ് മെന്റ് ടു ബി. അതായത് നമ്മൾ പറയില്ലേ കൊച്ചുങ്ങളെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ, എനിക്കറിയത്തില്ല കേട്ടോ. ബിക്കോസ് അവർക്ക് വരാൻ സമയം അവർ വരും, അത് പ്ലാൻ ചെയ്താലും പ്ലാൻ ചെയ്തില്ലെങ്കിലും. അപ്പോൾ ഇല്ലായുടെ അങ്ങനത്തെ ഒരു എൻട്രി ആയിരുന്നു. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ചേഞ്ച് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഈ ലൈവ് വരുന്നത്. അപ്പോൾ ഇതിനേക്കാളൊരു ബ്യൂട്ടിഫുൾ ചേഞ്ച് വേറെ എന്താണോ ഉള്ളത്. അപ്പം എവറി മൊമെൻറ്റ്, എവറി ഡേ വാസ് എക്സൈറ്റിംഗ്. ആൻഡ് ത്രൂ ഔട്ട് ആളെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയും. ആൻഡ് ഇപ്പം ആൾ വന്നു, അപ്പം അതായി.
ലൈഫ് ആക്ച്വലി. ഇപ്പം അമല പറഞ്ഞോളെ ഫ്യൂച്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞല്ലോ അമലയുടെ. കാരണം ഞാൻ കാണുമ്പോൾ അങ്ങനെ ആവട്ടെ. അതെ അതെ, ഉറപ്പായിട്ടും അങ്ങനെയാണ് ആയിക്കൊണ്ടേ. അമല ഞാൻ കാണുമ്പോഴും നമ്മൾ വിചാരിക്കും അത്രയും അമലയുടെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും റാമ്പ് വർക്ക് ചെയ്യുന്നു, അത്രയും എനർജിയോട് കൂടി സംസാരിക്കുന്നു, ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അയ്യോ എനിക്ക് കൊത്തിയാവും അങ്ങനെ ആവുന്നു. ഇപ്പൊ നോക്കൂ, 1 മാസം നോർമലി നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളൊക്കെ ഒരു 3 മാസം റെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സമയത്തേക്ക് അമല ഇന്ന് എന്നോട് സംസാരിക്കുമ്പോൾ സമയം 8 മണിയാകുന്നു, ഇന്ന് ഫുൾ ഡേ ഷൂട്ടിലായിരുന്നു. എങ്ങനെയാണ് അമല ഈ ഒരു പോസിറ്റിവിറ്റി, ഈ ഒരു എനർജി കാത്തു സൂക്ഷിക്കുക? എപ്പോഴും അത് പോസിറ്റീവ് ആണെന്ന് എനിക്ക് പറയാം. ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമമായി ആക്ച്വലി. ആ കോളേജ് ഇവന്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം അത്രയും നേരം ഫസ്റ്റ് ടൈമാണ് ഞാൻ ബേബിയുടെ അടുത്ത് അത്രയും നേരം മാറി നിന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, യുനോ, ആൻഡ് ഐ വാസ് കൈൻഡ് ഓഫ് ലോ. അപ്പം ലക്കിലി ജഗത് വാസ് ദെയർ ആൻഡ് ഹി വാസ് ചിയറിങ് മീ അപ്പ്, ലൈക്ക് ഇറ്റ്സ് ഓക്കെ. ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് ബേബിയും യൂസ്ഡ് ആവണമല്ലോ, നമ്മളെങ്ങനെ അവരെ നോക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ദിസ് ഇസ് ദ റിയാലിറ്റി. ഫിലിം ഇസ് ഇമ്പോർട്ടൻറ്റ്. 26th റിലീസ് ചെയ്യുവാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ പ്രൊമോഷൻ ചെയ്യുന്നതുകൊണ്ട് ആ ഫിലിമിൽ ഇറ്റ്സ് മൈ ഡ്യൂട്ടി, റൈറ്റ്? ഇറ്റ്സ് മൈ ജോബ്. ഐ എം ആൻ ആക്ടർ. അപ്പം അത് ചെയ്യാതിരിക്കാനായിട്ട് എനിക്ക് റീസൺ ഉണ്ട്. പക്ഷെ അത് ചെയ്യാതിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ഗിൽറ്റി ആയേനെ. എനിക്കൊരു സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തില്ല. അയ്യോ എനിക്കത് ചെയ്യായിരുന്നു എന്നുള്ള ആ ഒരു ക്വസ്റ്റൻ എനിക്ക് എപ്പോഴും വരും. സോ ഐ പുഷ് മൈ സെൽഫ്. എങ്ങനെയെങ്കിലൊക്കെ എൻ്റെ ആ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് ഐ എം ട്രൈങ് ടു ബാലൻസ് ആൻഡ് ഐ എം ട്രൈങ് ടു പുഷ് മൈ സെൽഫ്. ബിക്കോസ് ലോഡ് ഓഫ് ഒരു സിനിമ ഉണ്ടാവാനായിട്ട് ഒത്തിരി പേരുടെ എഫേർട്ട് ഉണ്ട്. ആൻഡ് ആ ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്ന, വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ഒരു വലിയ പ്രതീക്ഷയാണ് ആ സിനിമ, അല്ലേ? അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിലേക്ക് എൻ്റെ ബെസ്റ്റ് എനർജി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം ഇപ്പം അമല പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം അമലയും ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അമലയ്ക്ക് അത്രത്തോളം അറിയാമല്ലോ ഒരു സിനിമയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളത്. ആബ്സല്യൂട്ട്ലി. ഇപ്പൊ ലെവൽ ക്രോസിൽ ആദ്യത്തെ ഒരു പകുതി എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് ഷറഫുവിന്റെ കൂടെയും അല്ലെ, അടുത്ത ഹാഫ് കഴിയുമ്പോൾ ആസിഫിന്റെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഷിഫ്റ്റ്? അത് അങ്ങനെയല്ല, ഫിലിം കാണുമ്പോൾ സർപ്രൈസ് യു ഫോർ ഷുവർ. ബട്ട് ബോത്ത് ഓഫ് ദം ആർ വെരി ബ്രില്യൻറ്റ്, വെരി ഗുഡ് ആക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വാസ് ദെയർ. ആൻഡ് ഞങ്ങൾ ഞങ്ങളുടെ സീൻസും ഡയലോഗ്സും എല്ലാം ഇമ്പ്രൂവൈസ് ചെയ്യാൻ നോക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് ചോദിക്കും. ഇറ്റ് വാസ് നൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്മളൊരു തിയേറ്ററൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഷൂട്ട് ചെയ്തപ്പോൾ. കാരണം ലൈവ് സൗണ്ട് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡെസേർട്ടിൽ വളരെ പീസ്ഫുൾ ആണ് അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ, ലിമിറ്റഡ് ക്രൂ മെമ്പേഴ്സ്. അപ്പം ലെറ്റ്സ് സീ, തിയേറ്ററിലെ ആൾക്കാർ കാണുമ്പോഴും അവർക്ക് അതൊരു അതിൻ്റെ ഒരു ഡെപ്ത് അത്രയും ഫീൽ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് വുഡ് ബി റിയലി മാജിക്കൽ. അർഫാസ് എന്ന സംവിധായകനിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അവർക്ക്? ഒത്തിരി പ്രതീക്ഷകളുണ്ട്. കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡയറക്ടറാണ്. ഇതിൻ്റെ മേക്കിംഗ്, ഇതിൻ്റെ ആൾ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ആക്ച്വലി ഇതിൽ ഒരുപാട് ഇൻ ഡെപ്ത്, ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ആസ് എ ഡയറക്ടർ അർഫാസിൻ്റെ ടാലൻ്റാണ്. അത് ഫിലിം കാണുമ്പം എല്ലാവർക്കും മനസ്സിലാവും. ആൻഡ് ആൾ ഈ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം അത്ര ഈസി ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഞാൻ ചെയ്തത്. അപ്പം എല്ലാവരുടെ ക്യാരക്ടേഴ്സും, എല്ലാവർക്കും ഒരു ബാക്ക് സ്റ്റോറി, എല്ലാവർക്കും ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ള പോലെ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ആൻഡ് എല്ലാവർക്കും അവരുടേതായ ഒരു ബാക്കപ്പ് സ്റ്റോറി ഉണ്ട്. അപ്പം ആ മിസ്റ്ററി കൊണ്ടുവരണം, എന്നാൽ അത് റിയലിസ്റ്റിക് ആയിട്ട് പ്ലേ ചെയ്യണം, എന്നാൽ അത് കുറച്ച് കൺഫ്യൂസിങ്ങും ആയിരിക്കും. അപ്പോൾ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഒത്തിരി നമ്മൾ പുഷ് ചെയ്യും. ഞങ്ങൾക്കൊരു ക്ലൈമാക്സിനൊക്കെ റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അതെ. അപ്പം പെർഫെക്ഷനിസ്റ്റ് ആണ്. ആൻഡ് എ വെരി ടാലൻറ്റഡ് ഡയറക്ടർ. സോ ഐ റിയലി ഹോപ്പ് ദിസ് ഫിലിം വിൽ ഡു വണ്ടേഴ്സ് ഫോർ ഹിം. ആൻഡ് ഇനിയും ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല സിനിമകൾ അർഫാസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജൂലൈ 26-ാം തീയതി ലെവൽ ക്രോസ് ഞങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പം ഞങ്ങൾ പ്രേക്ഷകരോട് അമല പോൾ അല്ലെങ്കിൽ ലെവൽ ക്രോസിലെ നായികയ്ക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണണം. ഫിലിം തിയേറ്ററിൽ തന്നെ. ഗിവ് ഇറ്റ് എ ചാൻസ്. എന്തായാലും ഒരു മോശം സിനിമ ആയിരിക്കില്ല. പിന്നെ എക്സ്പെരിമെൻ്റലാണ്, ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ലോ ബേണറാണ്. ചിലപ്പോൾ തുടക്കം കുറച്ച് ലാഗ് ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ ഇറ്റ് വിൽ പിക്ക് അപ്പ് ആൻഡ് എൻഗേജിങ് ആയിരിക്കും, ത്രില്ലിംഗ് ആയിരിക്കും. ആൻഡ് ഞാൻ റിയലി ഹോപ്പിംഗ് ദാറ്റ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ഫിലിം കാണുമെന്ന്. സോ വെയിറ്റിംഗ് ഫോർ എല്ലാവരുടെയും ഫീഡ്ബാക്ക് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. ഇനി ഒരുപാട് സന്തോഷം അമല. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ, ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും. ആൻഡ് ഐ വിഷ് യു ദ സെയിം. താങ്ക് യു സോ മച്ച്.